പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എന്നും വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു തോണി അല്ലെങ്കിൽ ഒരു ബോട്ട് നിറയെ വെള്ളമുള്ള കായലിൽ, പുഴയിൽ, കടലിൽ യഥേഷ്ടം അതിൻ്റെ റൂട്ട് നോക്കി ഒരു തുഴച്ചിൽക്കാരൻ അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന ആൾ തുഴഞ്ഞിങ്ങനെ യാത്ര ചെയ്യും. പക്ഷേ ആ തോണിയിലോ ബോട്ടിലോ ഇത്രയും ബൃഹത്തായ കടലിൽ നിന്നോ പുഴയിൽ നിന്നോ കായലിൽ നിന്നോ തോണിയിലേക്കോ ബോട്ടിലേക്കോ വെള്ളം കയറുന്നില്ല. എന്തുകൊണ്ടാണ്? സുരക്ഷിതമായിട്ട് അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിജയിക്കണം എന്നുള്ള മനസ്സ്. നേരെ മറിച്ച് അതിനകത്ത് ഒരു ചെറിയ ഹോള്, ഒരു ചെറിയ ഓട്ട വീഴുകയാണെങ്കിൽ, ചെറിയൊരു ഓട്ടയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബോട്ട്, തോണി വെള്ളം നിറഞ്ഞ് മറിയാൻ 100% സാധ്യതയുള്ളതാണ്. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ഓരോ ചിന്താഗതികളും. നമ്മൾ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കാനും പറ്റും. തിരിച്ച് നല്ല ചിന്തകൾ, നല്ല സഹവർത്തിത്വം, നല്ല പെരുമാറ്റ രീതികൾ, ശുഭാപ്തി വിശ്വാസം എപ്പോഴും മുറുകെ പിടിച്ച് ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളെ ലൈഫിനെ റിവ്യൂ ചെയ്ത് നല്ല ചിന്തകൾ കൊണ്ട് ജീവിതത്തിനെ നേരിടുകയാണെങ്കിൽ നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ നല്ല നല്ല സന്തോഷ നിമിഷങ്ങൾ ആസ്വദിച്ചും മറ്റുള്ളവർക്ക് കൊടുത്തും മുന്നോട്ട് പോകാൻ നമുക്ക് നല്ലൊരു അവസരം ഉണ്ടാകും. സ്വന്തം ബിലീവ് ഉണ്ടാവുക. എനിക്ക് നേടണം, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം. ഇച്ഛാശക്തി എന്ന് ഞാൻ പറഞ്ഞു, അത് നൈസർഗികമായിട്ട് നമ്മുടെ മനസ്സിനകത്തുണ്ട്, നമ്മളിലുണ്ട്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരുന്ന രീതികളനുസരിച്ച്, നമ്മൾ ആൾക്കാരായിട്ടുള്ള സമ്പർക്കം അനുസരിച്ച്, നമ്മുടെ യാത്രകളിൽ നമ്മൾ സ്വീകരിക്കുന്ന ജീവിത രീതികളാണ് നമ്മളെ നല്ലതിലേക്കും ചീത്തയിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ കൊണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന പോലെ നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും സമൂഹത്തിനെയും ഉയർത്തിക്കൊണ്ട് മുന്നേറാം. നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാം. സന്തോഷം.